ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിതീഷ് എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സിതീഷ്. എനിക്ക് 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 15 മാസമായി. എൻ്റെ വൈഫിന് നല്ലൊരു ഉദ്യോഗമുണ്ട്. ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു. പക്ഷേ അവർക്ക് ഒരു മകൾ മാത്രമേ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ പോയി നിൽക്കണമെന്നുള്ളൊരു നിബന്ധനയിലാണ് കല്യാണം നടത്തിയത്. എനിക്ക് കാണാൻ ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ടാണ് അവരുടെ നിബന്ധന അംഗീകരിച്ച് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. അവിടെ അമ്മായിച്ചനും അമ്മായിമ്മയുണ്ട്. 2 പേർക്കും ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അമ്മായിമ്മ ജോലി നിർത്തി. അതായത് ഞങ്ങളുടെ കല്യാണത്തിന് 1 വർഷം മുമ്പ് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു. അത് കഴിഞ്ഞ ശേഷം പൂക്കൾ, ഗാർഡന് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇടും. അങ്ങനെ കുറച്ച് പേർക്ക് അറിയാവുന്ന ചെറിയൊരു സെലിബ്രിറ്റിയാണ് എൻ്റെ അമ്മായിമ്മ. അവരുടെ സാരിയും മറ്റ് ഓർണമെൻറ്റ്സുമൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അവരെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. യൂട്യൂബിലും ഫേസ്ബുക്കിലുമുള്ള ചേച്ചിയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നീ എന്നെ ചേച്ചി തന്ന് വിളിക്കുന്നത്, എന്നെ അമ്മയെന്ന് വിളിക്കണം, അതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലോ എന്ന്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ തന്നെയായിരിക്കും അവളെ കല്യാണം കഴിക്കുന്നത്. മോൻ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് താമസിക്കണം, അവൾ ഞങ്ങൾക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശുഭകരമായി കല്യാണം നടത്തി. എൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലുമായിട്ട് പോയി വന്നും ഒക്കെ നിന്നു. ഒരു പ്രശ്നവുമില്ല. അമ്മായിച്ചനാണെങ്കിലും നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ്. അമ്മായിമ്മയാണെങ്കിലും നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അമ്മായിമ്മ സാധാരണ അയക്കുന്ന മെസ്സേജ് അല്ലാതെ, മോനെ എടാ അവൾ അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന്. എനിക്ക് കുറച്ചു നേരം നീ അവളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക, എന്താ അമ്മ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മറുപടിയില്ല. ഞാൻ ഇവിടെ തന്നെ പുള്ളിക്കാരെ വിളിച്ചു. പുള്ളിക്കാരി പറഞ്ഞു, എടാ മോനെ, നീ ആണെങ്കിൽ എൻ്റെ മോളുടെ അടുത്തുനിന്ന് കുറേ അങ്ങ് മാറി നിൽക്കുക. അവൾ അടുത്തങ്ങ് വരാത്ത വിധത്തിൽ ഞാൻ നിനക്ക് ഒരു വീഡിയോ അയച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞിട്ട് മോനോട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. അപ്പോൾ എനിക്ക് മോൻ മറുപടി തരണം. ഈ മമ്മിയെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. ഇത്തിരി പ്രശ്നമുണ്ട്, എന്തായാലും ഞാൻ അയക്കുന്ന വീഡിയോ മോനൊന്ന് കാണണം, അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ എനിക്ക് വീഡിയോ അയച്ചു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് അമ്മായിമ്മയും ഒരു കൊച്ചു പയ്യനും കൂടി വന്നാൽ അവനൊരു 22-23 വയസ്സ് കാണും. അവനും തമ്മിലുള്ള വളരെ ക്ലോസായ രംഗങ്ങളാണ്. പക്ഷേ അതിൽ അമ്മായിമ്മയുടെ മുഖമൊന്നുമില്ല. ചില സമയത്ത് ചുണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ കഴുത്തിന് താഴെയുള്ള എല്ലാ ഭാഗങ്ങളും വളരെ ക്ലിയറാണ്. വളരെയധികം ഫോക്കസ് ചെയ്ത് ആ ചെക്കനുമായിട്ടുള്ള സംഭാഷണങ്ങളും അലർച്ചകളും കിന്നാരങ്ങളും ഒക്കെ ചേർന്ന ഒരു വീഡിയോ. പക്ഷേ ചെക്കൻ വലിയ ആണുങ്ങൾ പെരുമാറുന്ന പോലെ ചില പുറത്തു പറയാൻ കൊള്ളാത്ത വാചകങ്ങളാണ് അതിൽ ഉപയോഗിക്കുന്നത്. നീ അങ്ങനെയല്ലേടി എന്ന് ചോദിക്കുമ്പോൾ അമ്മായിമ്മ, അതേടാ മോനെ, ഞാനാണ് എക്സ്പ്രസ് ഹൈവേ സ്പീഡ് കൂട്ടിടാ കുട്ട എന്ന് പറയുന്നതും, പിന്നെ അവൻ ഓരോന്ന് വർണ്ണിക്കുമ്പോൾ എല്ലാം നിനക്കുള്ളതാണ്, എല്ലാം നിനക്ക് മാത്രം, നീയല്ലാതെ വേറെ ആരാടാ എനിക്കുള്ളത്, നീയില്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മയുടെ മുക്കലും മൂളലും പിന്നെ ചില തെറിവചനങ്ങളും ഒക്കെ ചേർന്ന് 5 മിനിറ്റുള്ള വീഡിയോ ഐഫോണിൽ മറ്റെടുത്തത് കൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. ആ വീഡിയോ കണ്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇവർക്ക് ഈ പ്രായത്തിൽ ഇതിൻ്റെ വല്ലതും ആവശ്യമുണ്ടായിരുന്നോ? ഇങ്ങനൊരു കൊച്ചു ചെറുക്കൻ്റെ കയ്യിൽപ്പെട്ട് അവസാനം അത് ലീക്കായി കാണും, പ്രശ്നങ്ങളുമായി കാണും. എനിക്ക് എന്താണ് കാര്യം എന്ന് മനസ്സിലായി. പക്ഷേ ആ സമയത്ത് ഞാൻ തിരിച്ചു വിളിച്ചില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരെ വിളിച്ചിട്ട്, മോനെ എടാ നീ വീഡിയോ കണ്ടെന്ന് ചോദിച്ചു. എനിക്കാകെ ദേഷ്യം വന്നു. നല്ല സ്വഭാവമാണെന്ന് വിചാരിച്ച അമ്മായിമ്മ ഇങ്ങനൊരു കിണയിൽപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് നാണവില്ലേ? അതൊരു കൊച്ചു ചെറുക്കനാണെന്ന് തോന്നല്ലോ, ആ ചെറുക്കനുമായിട്ട് ഇത്രയും വൃത്തികെട്ട വർത്തമാനം പറയുന്നു. ശരി, അങ്ങോട്ട് ബന്ധമുണ്ട്, ആരും അറിയരുതെന്ന് ആഗ്രഹിക്കില്ല എല്ലാവരും. അതിന് പകരം ഇത്രയും തെളിച്ചമുള്ള ക്യാമറ കൊണ്ട് ഇങ്ങനൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അത് ലീക്കായി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകില്ലേ? ഇതിപ്പോൾ അമ്മയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല, ഇത് അച്ഛൻ്റെ കയ്യിലെത്തപ്പെട്ട് കഴിഞ്ഞാൽ എന്താകും? അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാകില്ലേ? അമ്മയ്ക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ അങ്ങോട്ട് കയറിയോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന്, എടാ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരി എന്താ പ്രശ്നമെന്ന്? നീ പറഞ്ഞത് ശരിയാ, ഇപ്പോഴിതില്ലേടാ, പല ഗ്രൂപ്പുകളിൽ കൂടി പ്രചരിക്കുന്നൊരു വീഡിയോ ഏടാ, ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല, അച്ഛൻ്റെ കൈവശം വല്ല എത്തുമോ എനിക്കറിയില്ല. സ്വന്തം ഭർത്താവിനെ അച്ഛനാണ് പുള്ളിക്കാരി ഇപ്പോൾ വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, അമ്മ ഈ പ്രായത്തിൽ എങ്ങനെ പറ്റിയമ്മ ഈ തെറ്റെന്ന്? അപ്പം അമ്മ പറഞ്ഞു, അവർ ഫേസ്ബുക്കിലോ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവർക്കിടയ്ക്കിടയ്ക്ക് മീറ്റപ്പുമുണ്ട്, ഗ്രൂപ്പിൻ്റെ മീറ്റപ്പാണ്. ആ മീറ്റപ്പിന് പോയപ്പോഴാണ് കുറേ ചെക്കന്മാരെ
പരിചയപ്പെട്ടത്. മിക്കവാറും കാണാൻ സുന്ദരമായ ആൾക്കാരാണല്ലോ, അതുകൊണ്ട് ഫോൺ നമ്പരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതിൽ കുറച്ചൊക്കെ നല്ല വ്ളോഗ് ചെയ്യുന്നൊരു ചെക്കനുമായിട്ട് അമ്മായിയമ്മയ്ക്ക് ഭയങ്കര അടുപ്പായി. അവൻ എല്ലാ കാര്യത്തിലും ആൻറ്റിയുടെ അഭിപ്രായം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അമ്മായിയമ്മയുടെ പുറകെ കൂടി. അമ്മായിയമ്മ ഓർത്തു, അവനും ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന ഒരാളല്ലേ, അത് മാത്രമല്ല ഒത്തിരി പെമ്പിളർക്ക് ഇഷ്ടമായൊരു സുന്ദര കുട്ടപ്പൻ. അപ്പോൾ അവൻ ചോദിക്കും, ചേച്ചി ചെടിയുടെ അടയിൽ എത്ര അകലത്തിലാണ് വളമിടേണ്ടത്? അപ്പോൾ അമ്മായിമ്മ പറയും, തോണ്ടി തോണ്ടി താഴോട്ടിറക്കി നന്നായിട്ട് വളമിടണം, അത് കഴിഞ്ഞ് മോനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ അവൻ ചോദിക്കും, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൂ വിരിയുമോ? അമ്മായിമ്മ പറയും, വിരിയും മോനെ, ഒന്നല്ല 1000 പൂ അങ്ങ് വിരിയും. ആ വിരിഞ്ഞ പൂ മോന് വേണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, പൂ വിരിക്കാൻ ഞാൻ റെഡിയാണ്, എൻ്റെ ആൻറ്റി എല്ലാം എനിക്ക് പറഞ്ഞു തരണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് പൂവും കായും വിരിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ ഒത്തുകൂടി. അങ്ങനെ ഒത്തുകൂടി കഴിഞ്ഞപ്പോൾ ചെക്കൻ ഇത്ര റിച്ചല്ലേ, അവൻ്റെ കയ്യിൽ iPhone 2 ഉണ്ട്. ആദ്യമൊക്കെ അമ്മായിമ്മ പറഞ്ഞു, വേണ്ട മോനെ വേണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ആരും അറിയില്ല, ഇതിൽ മുഖമൊന്നും വരില്ല, നമ്മൾ തമ്മിലുള്ള നല്ല നർമ്മ സംഭാഷണങ്ങൾ മാത്രം. എനിക്ക് എപ്പോഴും ആൻറ്റിയെ കയ്യിൽ കിട്ടില്ലല്ലോ, നമ്മളുടെ കൂട്ടായ്മ ഉണ്ടാകുള്ളൂ മാത്രമല്ലേ നമുക്കിങ്ങനെ അവസരം കിട്ടുകയുള്ളൂ. അതെത്ര മാസം കൂടി ഇരിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു സാന്ദ്രം കിട്ടും വരെ എനിക്കിതൊക്കെ ഒന്ന് കാണണം, എന്നും കണ്ട് എന്നും ആരാധിച്ച് എന്നും കൺകുളിരി കണ്ട് ഒരു പ്രവാഹത്തിനുള്ള ചാൻസ് ആൻറ്റി എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഐസ്ക്രീം ചുണ്ടിനടുത്ത് വരെ കൊണ്ടുവന്ന് കൊതിപ്പിക്കുകയാണ്. ആ സമയത്ത് കിട്ടാൻ കാത്തിരിക്കുമ്പോഴാണ് പറഞ്ഞത്, പറ്റില്ല, പല നിയന്ത്രണങ്ങളുമുണ്ട്, നിബന്ധനകളുമുണ്ടെന്ന്. ആരാരും അംഗീകരിക്കില്ലേ? ആ അവസ്ഥയിൽ വീഡിയോ എടുക്കാൻ അമ്മായിമ്മ സമ്മതിച്ചു പോയതാണ്. പക്ഷേ അവൻ പറഞ്ഞത് ഒരു 5-6 മാസത്തിന് മുമ്പ് നടന്ന സംഭവമാണ്, ആരോടും പറയില്ല, ഇത് സ്വകാര്യമായിട്ട് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ ഇപ്പോൾ അത് പല ഗ്രൂപ്പിലും ലീക്കാവുകയാണ്. എല്ലാവർക്കൊന്നും അമ്മായിമ്മയെ മനസ്സിലായിട്ടില്ലെങ്കിലും ചിലർക്ക് മനസ്സിലായി. അങ്ങനെ അമ്മായിമ്മയുടെ ഒരു ഫ്രണ്ട് അവർ അയച്ചു കൊടുത്താണ്. ഇത് അമ്മായിമ്മയല്ലേന്ന് അവർ ചോദിക്കുകയും ചെയ്തു. അതറിഞ്ഞത് മുതൽ അമ്മായിമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. മോനെ എടാ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അറിയാതെ പറ്റിപ്പോയതാണ്, ഇനി ഇതൊക്കെ ലീക്കായിട്ട് അച്ഛൻ അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിന്നോട് ചോദിച്ചത്. മോനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോടാ? ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റുമോ? വേറെ എവിടെയെങ്കിലും ഇത് കാണുമോടാ? എന്ത് ചെയ്യും? പരാതി കൊടുക്കണോ? അല്ല, അമ്മ ആ ചെക്കനോട് ചോദിച്ചില്ലേ? ഇത്രയും വിശ്വസ്തനായ ഒരു കൂട്ടുകാരാണ് ആ ചെക്കൻ. അമ്മയും ചെക്കനും കൂടെ ഇത്രയും അടുക്കുകയും ചെയ്തു. അവൻ്റെ കയ്യിൽ നിന്ന് ഇതെങ്ങനെ ലീക്കായി? അവൻ ആർക്കൊക്കെ അയച്ചു കൊടുത്തു? അത് അവനല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറയുകയാണ്, എടാ അവനിവിടെ ഇല്ലടാ, അവനിപ്പോൾ UK പോയി. അവനെക്കുറിച്ച് എനിക്കറിവുമില്ല, എന്നോട് പറയാതാണ് അവൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നാട്ടിലുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുത്തതായിരിക്കും. ഇനി അവനെ പിന്തുടർന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പറ. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഞാൻ ചോദിച്ചു, ഇതൊക്കെ എടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. സ്വന്തം ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എന്നോടാണ് ചോദിക്കുന്നത്. എടാ, വേറെ ആരോടും പറയാൻ പറ്റില്ല, നീ എൻ്റെ സ്വന്തം മോനെ പോലെ ആയതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അമ്മയ്ക്ക് അറിയാതെ പറ്റിപ്പോയതാടാ. അത്രയും സുന്ദരനായ ചെക്കൻ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായില്ല. അങ്ങനെ പറ്റിപ്പോയതാ. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഈ ചെക്കനുമായിട്ട് മാത്രമാണോ ബന്ധം, അതോ കൂട്ടായ്മയാണെന്ന് പറഞ്ഞു പോയി 1-2 ദിവസം താമസിക്കുമ്പോൾ മറ്റു ചെറുക്കന്മാരുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി ആദ്യം ഒന്നും മിണ്ടിയില്ല. അവസാനം ഞാൻ ചോദിച്ചു, സത്യം പറ, ഇതിൻ്റെ പേരിലൊക്കെ പോയിട്ട് എത്ര പേരുമായിട്ട് ഇപ്പോൾ ബന്ധമുണ്ടെന്ന്. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, 24 വയസ്സിന് താഴെയുള്ള 4 ചെക്കന്മാരുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ അതിലെ കൂട്ടായ്മയിൽ പോകുന്ന പല ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധമുണ്ട്. ഇനിയും പല ആളുകളും ക്യൂ നിൽക്കുന്നുണ്ട്. അമ്മായിയമ്മയ്ക്ക് അതാണ് വിഷമം. ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകാൻ ഇപ്പോൾ പേടിയാണ്. അവരും ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് പുറത്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകില്ലേ? എന്തായാലും ചുണ്ടിന് താഴെ മാത്രം വീഡിയോ ഉള്ളൂ, അതുതന്നെ ഒരു ഭാഗ്യം. എന്നാലും ഇതെപ്പോഴും ഡെമോക്രസിൻ്റെ വാള് പോലെയാണ്, എപ്പോൾ വേണേലും പ്രശ്നം ഉണ്ടാക്കാം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് വേറെന്തെങ്കിലും വെബ്സൈറ്റിലുണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്നാണ് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞത്. അവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഇതെവിടാ കണ്ടത്, ആരയച്ചെന്ന്. അതറിയില്ല, എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു അവളൊരു ഗ്രൂപ്പിൽ കണ്ടെന്ന്. ആ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയ്ക്ക് ഒന്നും വ്യക്തമായിട്ട് അറിയില്ല. ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എങ്ങോട്ട് പോയി, ഒരു പിടിയുമില്ല.
അവനെക്കുറിച്ചും ഒരടിയേയുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അച്ഛനോ മറ്റോ കാണുകയാണെങ്കിൽ ആ സമയത്ത് അമ്മയല്ല എന്ന് പറഞ്ഞ് തടി തപ്പാം. അത്രേ പറ്റുകയുള്ളൂ. മുഖമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് മോർഫിംഗ് ആണെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം. അതായിരിക്കും നല്ലത്. തൽക്കാലം ഇതാരോടും പറയണ്ട. ഇനി വേറെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ അത് പ്രചരിക്കുകയാണെങ്കിൽ അന്നേരം നമുക്ക് ആക്ഷൻ എടുക്കാം. ഇതിപ്പോൾ ഏതോ ഗ്രൂപ്പിൽ കിട്ടി, അത് കഴിഞ്ഞൊരു കൂട്ടുകാരെ അയച്ചു തന്നു, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് വ്യാപകമായിട്ട് ഇത് പടർന്നൊന്നും പറയാൻ പറ്റുകയില്ല. തൽക്കാലം സമാധാനിക്ക്. എന്തെങ്കിലും വെബ്സൈറ്റിലോ മറ്റോ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിച്ചു. അപ്പോൾ അമ്മായിയമ്മ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു. നീ മാത്രമാണ് എനിക്കൊരു ആശ്രയം. നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നും. വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല മോനെ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇനി വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാനില്ല, എങ്കിലും അമ്മ അടങ്ങി ഇതിന് നടക്കണമെന്ന്. അപ്പം അമ്മ പറഞ്ഞു, ആ നിനക്കാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. നിൻ്റെ ഭാര്യയും നീയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ കാര്യം വർഷങ്ങളായിട്ട് താഴേക്ക് പോവുകയാണ്. എന്താ അമ്മേ, അത് നിനക്കറിയില്ലേ? നിൻ്റെ അമ്മായിച്ചന് എത്ര വർഷമായിട്ട് പ്രഷറും ഷുഗറുമാണ്. അങ്ങേരും ഞാനും തമ്മിൽ നല്ല പ്രായ വ്യത്യാസമില്ലേ? ഒന്നുമില്ലാത്തപ്പോൾ പിന്നെ ഞാനെങ്ങനെയാടാ ഇങ്ങനെ ഇരിക്കുന്നത്? ഓഫീസിൽ ജോലിക്ക് പോകുന്തോറും എനിക്ക് വല്ലാത്ത ദുഃഖമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, അവിടെ പോയി കഴിഞ്ഞാൽ ശീലാവധി ചമഞ്ഞിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇനി VRS എടുത്തത്. അത് കഴിഞ്ഞ ശേഷം സാമൂഹ്യപരമായ എന്തെങ്കിലും മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് ഇതേപോലെ വീഡിയോയും മറ്റുമൊക്കെ ചെയ്ത് എനിക്ക് ഒത്തിരി പേര് ഇൻബോക്സിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങിയത്. ഞാൻ ഒരുമായിട്ട് ചാറ്റ് ചെയ്തു. കൂട്ടായ്മ ഉണ്ടായി. ഞങ്ങളെല്ലാം കൂടി കൂട്ടായ്മ നടത്തി. ഞാൻ പറഞ്ഞത് കൂട്ടായ്മയല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. അപ്പം അമ്മായിമ്മ എന്നോട് ചേർന്നിരുന്ന് പറഞ്ഞു, എൻ്റെ മോനാണ് സത്യം, ഞാനിനി പോകില്ല. അയ്യോ അങ്ങനെ പറയരുത് അമ്മ, അമ്മ പോകണം. ഇനി ഒത്തിരി പേര് കൂട്ടായ്മയിൽ വെയിറ്റിംഗ് അല്ലേ? ഒത്തിരി പിഞ്ച് കാര്യങ്ങൾ അമ്മയ്ക്ക് നുള്ളിയെടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്നെ ശവത്തി കുത്തരുത്, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണെന്ന്. ശരി, അറിയാതെ പറ്റിപ്പോയാണെങ്കിൽ അതിന് കുറച്ചെങ്കിലും ഒരു മാന്യതയുണ്ട്. ഒരാളുമായിട്ടൊരു ബന്ധം അറിയാതെ പറ്റിപ്പോയി. ഭർത്താവ് ശരിയല്ല, അല്ലെങ്കിൽ അയാളിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, ഒരാളുടെ വലയിൽ വീണുപോയി, അയാളെ സ്നേഹിച്ചു പോയി. അതിലിപ്പോൾ പ്രായം നോക്കേണ്ട കാര്യമില്ല, കൊച്ചു പയ്യൻ, ഓക്കെ. പക്ഷേ ഒന്നിന് പകരം നാലായതും ഇനിയിപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലിരിക്കുന്നതും ഒക്കെ ചേർന്ന് കഥകൾ പറയുമ്പോൾ ഇത് അമ്മയുടെ കയ്യിലെ കുറ്റമല്ലേ? അമ്മയ്ക്ക് അടക്കാനാവാത്ത ആവേശമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ പറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, അപ്പോൾ ഇതെല്ലാം എൻ്റെ തെറ്റാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞത് അമ്മയുടെ തെറ്റാണ്. കാരണം സ്വന്തം ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിനോട് തന്നെ ആദ്യം പറയണം. അതിന് ചികിത്സയൊക്കെയുണ്ടെന്ന് അമ്മയ്ക്കറിയാമല്ലോ. അമ്മ വലിയ വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ലേ? എന്തുകൊണ്ട് സ്വന്തം ഭർത്താവിനോട് പറഞ്ഞ് അത് പരിഹരിക്കാതെ എവിടെയോ ഇരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ചെക്കന്മാരുമായിട്ട് ചാറ്റ് ചെയ്ത് കൂട്ടായ്മയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഹോട്ടൽ മുറികളിൽ പോയി അവസാനം സമ്മതത്തോടുകൂടി വീഡിയോയും എടുത്ത് സംഭാഷണങ്ങളും എടുത്ത് അവസാനം അലറി വിളിക്കുന്നു, അമ്മയല്ലേ തെറ്റുകാരി? ആ ചെക്കന്മാർ എവിടെയുണ്ട് എന്തെന്ന് കാത്തിരിക്കുകയാണ്. അമ്മയ്ക്കല്ലേ സ്വന്തം ജീവിതവും കുടുംബ സാഹചര്യമൊക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ, ആഹാ, അപ്പം ഉള്ള കാര്യം വന്ന് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനായ തെറ്റുകാരി, ഞാൻ അതപ്പതിച്ചവൾ, ഞാൻ വഴിതെറ്റിപ്പോയവൾ, ശരിടാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചവിട്ടിത്തുള്ളി അങ്ങ് പോയി. അത് കഴിഞ്ഞ് എന്നെ പിന്നെ ഫോണിൽ വിളിക്കാറില്ല. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയുടെ മുന്നേ വെച്ചിട്ട് ഓക്കെ എന്നുള്ള മട്ടിൽ എന്തെങ്കിലും സംസാരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി അമ്മ എന്നോട് വിചിത്രമായിട്ടാണ് പെരുമാറുന്നതെന്ന്. എന്താ ചേട്ടാ, അമ്മയുമായിട്ട് നിങ്ങൾ ഉടക്കിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഉടക്കിയില്ലെന്ന്. അവൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചു, അമ്മ എന്തിനാണ് ചേട്ടനുമായിട്ട് മുഖം വെറുപ്പിച്ച് നടക്കുന്നത്? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായെന്ന്. ഉടനെ അവർ, ആ എനിക്കറിയില്ലേ അവനുമായിട്ട് എനിക്കെന്ത് വഴക്ക്, ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, പഴയതുപോലെ തന്നെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ഒന്നുമില്ലെന്ന്. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, അതല്ല എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ മുഖമങ്ങ് ഇരുണ്ടു. അത് കഴിഞ്ഞ് എന്നെ തനിച്ച് കിട്ടിയപ്പോൾ അമ്മായിമ്മ വന്ന് പറഞ്ഞു, നിനക്ക് ദേഷ്യം കാണുമായിരിക്കും എന്നോട്. ഞാൻ പറഞ്ഞു, അമ്മ ദേഷ്യപ്പെട്ടു പോയതിന് അമ്മയോട് എനിക്കെന്താ ദേഷ്യം? എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഉള്ളത് ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു, അത്രേ ഉള്ളെന്ന്. ആ അല്ലെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ. നീ ചിലപ്പോൾ നിൻ്റെ ഭാര്യയോടും യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം പറയുമായിരിക്കും. എൻ്റെ മകൾ എന്നെ വഴിപിഴച്ചവളായിട്ട് കാണുന്നതിൽ നിനക്ക് സന്തോഷം കാണും. ഞാൻ പറഞ്ഞു, ഞാൻ ആ രഹസ്യം ആരോടും പറയാൻ പോകുന്നില്ല. ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. ആ നീ എന്തിനാ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പോയത്? ഞാൻ പറഞ്ഞു, പിന്നെന്തുവാ
അത് എപ്പോഴെപ്പോഴും കാണാൻ അഞ്ജലിക്കുള്ള വണ്ടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ വീഡിയോ മറ്റോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറയാം, ആ അപ്പം നിനക്ക് ആവശ്യമില്ലാത്ത പടങ്ങളുടെ പേരൊക്കെ നന്നായിട്ട് അറിയാം. പണ്ട് തൊട്ടേ നീ വീഡിയോ നന്നായിട്ട് കാണുന്നവരാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആണുങ്ങളാണെങ്കിൽ വീഡിയോ കാണും, പെണ്ണുങ്ങളും കാണും, അതിനിപ്പോൾ എന്താ? പക്ഷേ വീഡിയോ ഒക്കെ കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ട് വേറെ പെണ്ണിൻ്റെ പുറകെ പോകില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പൊട്ടിച്ചിരിച്ചു. അയ്യോ ദൈവമേ, ഇത്രയും സൽസ്വഭാവിയായ ഒരു മരുമകനെയാണല്ലോ എൻ്റെ മോൾക്ക് കിട്ടിയത്. ഞാനങ്ങ് ഭാഗ്യവതിയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ കൂടുതൽ എന്നെ കളിയാക്കണ്ട, എനിക്കെന്തായാലും എണ്ണത്തിൽ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, 4 5 ഒന്നുമില്ല എന്ന് പറഞ്ഞു. എടാ ഇപ്പോഴും നീ എന്നെ കളിയാക്കിയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കളിയാക്കാനുള്ളതുണ്ടല്ലേ കളിയാക്കുന്നത്. അയ്യോടാ, നിങ്ങൾക്ക് ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്. ആണുങ്ങളെന്ന് പറയുമ്പോൾ അവർ പുണ്യാളച്ചന്മാർ. എത്ര എവിടെയൊക്കെ കയറി നടന്നാലും എത്ര എണ്ണം തികച്ചാലും പെണ്ണുങ്ങൾക്കത് മനസ്സിലാകില്ല. അവരെപ്പോഴും ഫ്രഷാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ വിശ്വസിക്കണം. ഇനി പെണ്ണുങ്ങൾക്ക് ഒന്നിലധികം ബന്ധം ഉണ്ടായാലോ ഉടനെ തന്നെ ആണുങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അത്രേ. പെണ്ണുങ്ങളെല്ലാം മോശക്കാരികളും ആണുങ്ങളൊക്കെ എപ്പോഴും ഫ്രഷും. എടാ, നിങ്ങൾക്ക് പെണ്ണുങ്ങളെ മനസ്സിലാമെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ മനസ്സിലാകും. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായല്ലോ. നിന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും നിനക്ക് ഒന്നിലധികം ബന്ധമുണ്ട്. അത് 2 ആണോ 3 ആണോ 4 ആണോ എന്നറിയണമെങ്കിൽ എനിക്ക് വിശദമായ പരിശോധന നടത്താനുള്ള ഒരവസരം നീ തന്നാൽ മതി. ഞാൻ മണിമണിയായിട്ട് കാര്യങ്ങൾ പറയാമെന്ന്. അമ്മയാരാ? വലിയ ഡോക്ടറോ? എടാ, ഡോക്ടറൊന്നുമല്ല. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞൊന്നല്ലേ. അതിനാദ്യം ഉണ്ണിയെ കാണണം. നീ വലിയ വാചകം അടിക്കാതെ ഉണ്ണിയുടെ ഊരിലെ പഞ്ഞം എനിക്കൊന്ന് കാണാൻ അവസരം ഉണ്ടാക്കി തന്നല്ലേ കുട്ടാ. ഞാൻ പറയാം, നീ ഈ പറയുന്ന സൽഗുണ സമ്പന്നനാണോ അല്ലയോ എന്ന്. പക്ഷേ നിൻ്റെ മുഖവും ചുണ്ടും നാക്കും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മയ്ക്ക് എന്താ മനസ്സിലായത്? എന്തായാലും എൻ്റെ മോളല്ല നിൻ്റെ ആദ്യത്തെ പെണ്ണ്. നിനക്ക് വേറെ പെണ്ണുങ്ങളോട് ബന്ധമുണ്ടെന്ന്. ഇത് വല്ലാത്തൊരു കഥയാണല്ലോ. പുരുഷൻ്റെ മുഖവും നാക്കും ചുണ്ടും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണിത് മനസ്സിലാക്കാൻ പറ്റുക? അമ്മ എന്തുവാ ആളെ കളിയാക്കാണെന്നും. അപ്പോൾ അമ്മ പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലാകും, ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡാണെന്ന്. ഇത് പച്ചക്കള്ളമാണ്, വെറുതെ എന്നെ കളിയാക്കാൻ വേണ്ടി പറയില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ശരി ഞാൻ അത് സമ്മതിച്ചു. പക്ഷേ എനിക്ക് ശരിക്കും തെളിയിക്കാനുള്ള കാര്യങ്ങൾ നീ എന്നെ ഒന്ന് അനുവദിക്ക്. ഞാൻ നോക്കട്ടെ, എക്സാം ചെയ്യട്ടെ, എനിക്കത് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഒരു പരീക്ഷണത്തിന് നീ നിന്ന് അതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം. അത് കഴിഞ്ഞ് അത് ഒന്നെന്നാണെങ്കിൽ ഞാൻ നിന്നെ അംഗീകരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മേൽ നീ എന്നെ കുറ്റപ്പെടുത്താൻ വരരുത്. നിൻ്റെ മുഖം കണ്ടിട്ട് നിനക്ക് വേറെ ഒത്തിരി ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അത് പറഞ്ഞു ഉടക്കി. ഇവർ പറഞ്ഞത് പാതി തമാശയ്ക്കും പാതി എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനാണെന്നും എനിക്ക് തോന്നി. പക്ഷേ സ്ട്രോങ് ആയിട്ട് ഉടക്കുകയാണല്ലോ. എന്താ പറയേണ്ടത് എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഉടക്കുണ്ടാക്കി. ആ സമയത്ത് ഒരു ദിവസം അമ്മായിമ്മ എന്നോട് പറഞ്ഞു, ദേ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് കൂടുതൽ അങ്ങോട്ട് കാത്തു നിൽക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ പൊന്നു മാഡം അവർ കീഹോളിൽ കീ ഇട്ട് തിരിക്കുന്ന പോലെയാണ് ഒരാക്ഷൻ എൻ്റെ മേൽ വർഷിച്ചത്. ഞാൻ ശരിക്കും നിലത്തുനിന്ന് പൊങ്ങിപ്പോയി. ഇനി നീ ഒരിക്കലും സമ്മതിച്ചില്ലെങ്കിൽ നിർബന്ധപൂർവ്വം ഞാൻ അതിർത്തി ഭേദിക്കും. ഞാൻ തെളിയിക്കും. തെളിയിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും സമമുള്ള ആൾക്കാരാണെന്ന് തീരുമാനിക്കും. എപ്പോഴും പെണ്ണിന് മാത്രം കുറ്റം, ആണ് രക്ഷപ്പെടുകയും ചെയ്യും. ധൈര്യമുണ്ടെങ്കിൽ നിൽക്കടാന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അമ്മ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു പോയി. പക്ഷെ പുള്ളിക്കാരി എന്നെ വെറുതെ വിട്ടില്ല. എൻ്റെ ഭാര്യ ഇല്ലാത്ത സമയത്തൊക്കെ അടുത്ത് വരും. എന്നിട്ട് നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും ഞാൻ തയ്യാറാകണം. ഒരു വട്ടം തയ്യാറായില്ലെങ്കിൽ ഞാൻ ആണല്ല എന്ന് വരെ പല സമയത്തും പറയാൻ തുടങ്ങി. കടന്ന കയറ്റമാണെങ്കിൽ അതിൽ കടന്നു. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ശരിക്കും ഉടക്കുണ്ടാക്കി. ആ സമയത്ത് അമ്മായിമ്മ പറഞ്ഞു, നീ ആണാണെങ്കിൽ ഒരു പെണ്ണായി ഞാൻ പറഞ്ഞ പന്തയെ സ്വീകരിക്കും, അല്ലെങ്കിൽ നീ മോയെ മോയെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അമ്മായിമ്മ എന്നെ കളിയാക്കി ചിരിച്ചു. ആ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ പരീക്ഷണത്തിന് റെഡിയാണെന്ന്. ഉള്ളതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉള്ളതാണെന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ നിൽക്കുകയാണ്. എൻ്റെ ഭാര്യ അവിടോട്ട് ഇല്ലതാനും. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അച്ഛനും അവിടെ ഇല്ല. അമ്മായിമ്മ പറഞ്ഞു, എങ്കിൽ ഞാൻ തുടങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞ് യാതൊരു സങ്കോചവുമില്ലാതെയാണ് അവർ പരീക്ഷണങ്ങൾക്ക് എന്നെ വിധേയനാക്കിയത്. പക്ഷേ ഒരു 30 സെക്കൻഡ് പോലും എനിക്ക് ആ പരീക്ഷണത്തിൽ വിജയിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവരുടെ പരീക്ഷണ ഗുഹയ്ക്കുള്ളിലായിപ്പോയി ഞാൻ എന്ന് പറയാം. അവർ പെട്ടെന്ന് തന്നെ എന്തോ നേടിയെടുത്ത പോലെ വശ്യമായ പുഞ്ചിരിയോടുകൂടി അവരുടെ നിരീക്ഷണം തുടർന്നു. ഞാനാണെങ്കിൽ മതിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അങ്ങനെ പറ്റില്ല, എനിക്ക് എല്ലാത്തിലും ഒരു ക്ലാരിറ്റി വേണമെന്ന്. ഉണരല്ലേ ഉപഭോക്താവേ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞെങ്കിലും ഉണരൂ ഉപഭോക്താവേ ഉണരൂ എന്ന് പറഞ്ഞതുപോലെ ഉണർന്നു പോയി. പിന്നെ എന്ത് ചെയ്യാനാണ്? ആണിൻ്റെ എല്ലാ ആത്മവിശ്വാസവും ചോർന്നു പോകുന്നൊരു നിമിഷമല്ലേ അത്. അവരുടെ കയ്യിൽ ഞാൻ പെട്ടുപോയി. അവർ പെട്ടെന്ന്, ഇനിയിപ്പോൾ എനിക്ക് വേറെയും ചില പരീക്ഷണമുണ്ട്, നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു.
ഞാൻ ഒരാട്ടിൻകുട്ടിയെ പോലെ അവരുടെ പുറകെ പോയി. പ്ലാവിൽ കണ്ട ആട്ടിൻകുട്ടി അന്ന് പ്ലാവിൽ നിറയെ ചക്കകളായിരുന്നെന്ന് എനിക്ക് തോന്നി. അതും മൂത്ത് പഴുത്ത വരിക്കച്ചക്കകൾ. അതിൻ്റെ ഇലകൾക്ക് എന്തൊരു മാധുര്യമായിരുന്നെന്നോ. അന്ന് തുള്ളിച്ചാടുന്ന ഒരു കാളക്കുട്ടിയായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. പോയതൊരു കുഞ്ഞാടാണെങ്കിലും വന്നത് കൂറ്റൻ കാളക്കുട്ടിയായിരുന്നു. അവർ എന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി. പരീക്ഷണ നിരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചെന്നും എന്നെ കുറ്റപ്പെടുത്തിയതെല്ലാം തെറ്റാണെന്നും എൻ്റെ ഭാര്യയോട് നല്ല ആത്മാർത്ഥതയുണ്ടെന്നും ഇനി അമ്മായിയമ്മയോടും ആത്മാർത്ഥത വേണം എന്ന് പറഞ്ഞ് നമുക്ക് നയാഗ്ര വെള്ളച്ചാട്ടമായി ഒരുമിക്കാമെന്ന് പറഞ്ഞു. കാലിടറി ഞാൻ വെള്ളച്ചാട്ടത്തിലേക്ക് വഴുതിപ്പോയി. പിന്നെ നീരാഴിയിൽ പോയി ചേർന്നപ്പോഴാണ് ഞാൻ ബോധം വെച്ചത്. എനിക്കൊന്നും അറിയില്ല. 1 മണിക്കൂർ കൊണ്ട് അവിടുത്തെ സിറ്റുവേഷൻ ആകെ മാറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, കണ്ടോ, ഇനിയിപ്പോൾ 21 വയസ്സാണെങ്കിലും 27 വയസ്സാണെങ്കിലും 30 വയസ്സാണെങ്കിലും കടലിലിറങ്ങിയാൽ കൊമ്പൻ സ്രാവിനെ മാത്രമേ ഞാൻ പിടിക്കൂ എന്ന് പറഞ്ഞ് അവർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അവരുടെ വലയിൽ ഞാൻ വീണുപോയി. പിന്നീട് ഭാര്യ എവിടെയെങ്കിലും പോകുമ്പോൾ അവരെന്നെ വിളിക്കും. അത് കേൾക്കുമ്പോൾ പച്ചില കണ്ട ആട്ടിൻകുട്ടിയെ പോലെ ഞാൻ പോയി പോകും മാഡം. കാര്യം ഞാൻ ഭാര്യയല്ലാതെ മറ്റൊരു പെണ്ണുമായിട്ട് യാതൊരു വിധത്തിലും ഒരു റിലേഷനില്ലാത്ത ആളായിരുന്നു. എനിക്ക് ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകളെല്ലാം വളരെ ചുരുക്കവുമാണ്. ഇവിടെ നിന്ന് അങ്ങനെയൊന്നുമല്ല. ഞാൻ വീഡിയോയിൽ കണ്ടതൊക്കെ ഒരു ട്രെയിലർ മാത്രമാണ് മാഡം. വിവരിക്കാൻ കഴിയാവുന്നതിനേക്കാൾ കൂടുതൽ ഒരു മഹാസാഗരമാണ് എൻ്റെ അമ്മായിമ്മ. ഞാനതിൽ അലിഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷേ പിന്നീട് അവരെന്നോട് യഥാർത്ഥ കാര്യം തുറന്നു പറഞ്ഞു. അതായത് ആ വീഡിയോ അവർ കൂട്ടായ്മയിൽ പോയപ്പോൾ എടുത്തു തന്നെയാണ്. പക്ഷെ അതൊന്നും ലീക്കായിട്ടില്ല. ആ ചെക്കൻ തന്നെ അവർക്ക് അയച്ചു കൊടുത്തതാണ്. അതെനിക്ക് അയച്ചു തന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എന്നെ അമ്മായിമ്മയിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടായിരുന്നു. ആ ഒരു കാര്യം പറഞ്ഞിട്ട് സിംബൽ നേടി എന്നെയും മഹാസാഗരത്തിലേക്ക് വലിച്ചിടുക എന്നുള്ളതാണ്. അതിൽ സക്സസ് ആയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വളരെ കുശാഗ്ര ബുദ്ധിക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും അവരുമായുള്ള ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മാഡം, ആരും അറിയാതെ. പക്ഷേ പുള്ളിക്കാരി കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഇത്രയൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം എനിക്ക് പ്രശ്നമുണ്ടാക്കുമോ? രോഗങ്ങൾ വല്ലതും വരാനുള്ള സാധ്യതയുണ്ടോ മാഡം? എനിക്കൊന്നും അറിയില്ല. ആ കൂടി ഞാൻ പെട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ അധികം അമ്മായിമ്മ മരുമകൻ കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിലും അമ്മായിമ്മ ഇങ്ങനൊരു ട്രിക്ക് പ്രയോഗിച്ച് മരുമകനെ വശത്താക്കിയ കഥ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഏതായാലും അതൊരു ഫ്രഷ് ടെക്നിക്ക് തന്നെയാണ്. അവർ നല്ലൊരു ചൂണ്ടയാണ് എറിഞ്ഞത്, നിങ്ങളത് വീഴുകയും ചെയ്തു. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞതുപോലെ രഹസ്യമായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകണം നമുക്കൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി മറ്റാരും അറിയാതെ 2 വ്യക്തികൾക്ക് തമ്മിൽ അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഇവിടെയുണ്ട്. അതിനെയൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ വീട്ടുകാരോ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് 2 പേർക്ക് അറിയാം. കാരണം 2 പേരും ഉള്ള കുട്ടികളൊന്നുമല്ല. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. രണ്ടാമത്, ഒന്നിലധികം കാര്യങ്ങളിൽ വ്യാപൃതയായി നടക്കുന്ന നിങ്ങളുടെ അമ്മായിയമ്മ ഇച്ചിരി ഡേഞ്ചറസ് അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം സേഫ്റ്റി അല്ലാത്ത ബന്ധങ്ങളിൽ പോകുന്ന ആളുകൾക്ക് സേഫ്റ്റി ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരിങ്ങനെ പല രീതിയിൽ നടന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളും അതിൽ ചേരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 പേർക്കും റിസ്ക് കൂടുകയാണ് ചെയ്യുക. ഒന്നുകിൽ നിങ്ങളിലേക്ക് ഒതുങ്ങാൻ പറയുക, അല്ലെങ്കിൽ പോകുന്ന ബന്ധങ്ങളിലൊക്കെ സേഫ് എന്നുള്ള കാര്യം നോക്കണമെന്ന് നിങ്ങൾ 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക. കാര്യം 2 പേരും വിവരമുള്ളതായതുകൊണ്ട് നിങ്ങൾ 2 പേർക്കും കൂടി അത് പറഞ്ഞ് നിങ്ങളുടേതായ ഒരു സമവായം ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മാറുക. കാര്യം അമ്മാമ്മയ്ക്ക് ഇഷ്ടം പോലെ മറ്റു കൂട്ടുകാരൊക്കെ ഉണ്ട്. അവർ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്. അവർക്ക് അവരുടെ ആഗ്രഹങ്ങളിൽ ഏത് ജില്ലയിൽ വേണേലും ചാഞ്ഞ് നടക്കുകയോ കയറി നടക്കുകയോ ചാടി നടക്കുകയോ ചെയ്യാം. അതിനുള്ള അവസരമുണ്ട്. അവർക്ക് അതും വേണം ഇതും വേണമല്ല അതും വേണം എന്നൊക്കെ തോന്നുമായിരിക്കാം. അപ്പം ആ സമയത്ത് നിങ്ങൾ മകളുടെ ഭർത്താവല്ലേ പറയുക, റിസ്കിന് വേണ്ട, ആവശ്യത്തിനൊക്കെ നമ്മൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരറുതി വന്നിട്ടുണ്ട്. ഇനി അമ്മയുടെ വഴിക്ക് അമ്മയുടെ രഹസ്യങ്ങൾ അവിടെ ഇരുന്നോട്ടെ, ഞാൻ ഒറ്റി കൊടുക്കില്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് അവരെ വഴിതിരിച്ച് അവരുടെ പാട്ടിന് വിടുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കുക, അത് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഇത്തിരി കോംപ്ലിക്കേഷൻ ഇതിലുണ്ട്. കാരണം ആ സ്ത്രീയുടെ ക്യാരക്ടർ വളരെ വ്യത്യസ്തമായിട്ട് ഇത്തിരി ഒരു കുറുക്കൻ്റെ ബുദ്ധിയുള്ള സ്ത്രീയല്ലേ അവർക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരുമാതിരി ചതിയുടെ സ്വഭാവമുള്ള ക്യാരക്ടറാണ് അവരുടേത്. അപ്പോൾ അവർ സൂക്ഷിക്കുക. അവരേത് സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറുമെന്നോ എപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും അവർ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് സൂക്ഷിച്ച് നിൽക്കുക. എനിക്ക് പറയാനുള്ളത് അവരുമായുള്ള ബന്ധം ശരിക്കും നിർത്താണ് നല്ലത്. അവരവരുടെ വഴിക്ക് വിടുക. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നോക്കി ജീവിക്കുക. ഒത്തിരി റിസ്ക് ഒന്നും ഏറ്റെടുത്ത് തലയിൽ വെക്കാൻ വയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇത് മാനേജ് ചെയ്ത് പോവുക. വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് വിചാരിക്കുക.